നമസ്കാരം, ഞാൻ ദീപ്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കടലിൽ വെടിവയ്പ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ വെടിവയ്പ്. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. വെടിവയ്പുണ്ടായത് ശംഖുമുഖം കടലിൽ വൈകിട്ട് 5 മണിയോടെ. നിർത്താതെ പോയ ബോട്ടിന് നേരെ വെടിവെച്ചത് കോസ്റ്റ് ഗാർഡ്. ബോട്ടിൽ 9 ജീവനക്കാർ. നീണ്ടകരയിൽ നിന്ന് കന്യാകുമാരിയിൽ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ ബോട്ട് കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിൽ. പരിക്കേറ്റത് തക്കല സ്വദേശികളായ ക്ലിന്റൺ, സുബിൻ എന്നിവർക്ക്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ദ്രപ്രസ്ഥത്തിൽ അംഗത്തിന് ശംഖുലി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 7-ന്, വോട്ടെണ്ണൽ 10-ന്, വിജ്ഞാപനം മറ്റന്നാൾ. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 70 സീറ്റുകളിലേക്ക്. 2013-ൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഡൽഹി സഭ പിരിച്ചുവിട്ടത് 49 ദിവസത്തെ ആം ആദ്മി ഭരണത്തിന് ശേഷം. ജയലളിതയുടെ മണ്ഡലമായ ശ്രീരംഗത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 13-ന്. വീണ്ടും തെരഞ്ഞെടുപ്പ്. അഴിമതിക്കേസിൽ ജയ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന്. തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. സുനന്ദ കേസിൽ ശശി തരൂരിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് ഡൽഹി പോലീസ് മേധാവി BS ബസി. സുനന്ദയുടെ ആന്തരാവയവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ലണ്ടനിലേക്ക് അയച്ചിട്ടില്ല. തരൂരിന്റെ മെയിലിന് മറുപടിയില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ. തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമെന്നും ബസി. ശശി തരൂരിനെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തയ്യാറെടുക്കുകയാണെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. തരൂരിനൊപ്പം പ്രമുഖ രാഷ്ട്രീയ നേതാവും പോലീസിന്റെ നിരീക്ഷണത്തിൽ. കാത്തിരിക്കുന്നു ആരാകും ലോകത്തിന്റെ നെറുകൈ. ഫുട്ബോൾ ലോകമാകാംക്ഷയിൽ. കഴിഞ്ഞ വർഷത്തെ ഫിഫ ബാളോൺ ഡിയോർ പുരസ്കാര പ്രഖ്യാപനം ഇന്ന്. അവസാന റൗണ്ടിൽ 3 സൂപ്പർ താരങ്ങൾ. ലോക താരമാകാൻ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറും. 2008 മുതൽ കഴിഞ്ഞ വർഷം വരെ കിരീടം കയ്യിൽ വച്ചത് മെസ്സിയും റൊണാൾഡോയും. പ്രഖ്യാപനം സ്വിറ്റ്സർലാൻഡിലെ സ്യൂറച്ചിൽ രാത്രി 11-ന്. ബാളോൺ ഡിയോർ ജർമ്മനിയിലേക്കെങ്കിൽ ലോക ഫുട്ബോളറാകുന്ന ആദ്യ ഗോൾ കീപ്പറാകും മാനുവൽ ന്യൂയർ. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.